ഹലോ, ഇന്നൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഫെബ്രുവരി 18 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നാണ് എനിക്കൊരു വ്ളോഗ് ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് സാൽമൺ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ബിരിയാണി ഒന്നും അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആവുമെന്ന് ഓർത്ത് ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും ബർത്ത്ഡേ അല്ലേ, ഞാൻ എന്തായാലും ഉണ്ടാക്കിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചുള്ള ഫ്ലോപ്പൊന്നും ആയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാം കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് വീഡിയോ പിടിച്ചാൽ എൻ്റെ ജസ്റ്റ് ഒന്ന് അടിയിൽ കരിഞ്ഞു പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തു. പണ്ട് ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി എല്ലാം കഴിച്ച് ഞാനൊരു ഗിഫ്റ്റ് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കണ്ണിൽ എണ്ണി ചോദിച്ചാൽ ഗിഫ്റ്റ് വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേട്ട് ഒരു ഗിഫ്റ്റ് വന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് സാങ്ച്വറി സ്പയുടെ സിഗ്നേച്ചർ കളക്ഷനാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ബോഡീസ് ലോഷൻ, ബോഡി സ്ക്രബ്, ബോഡി വാഷ് ആൻഡ് ഹാൻഡ് കെയറിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടിയിട്ട് സാധനം ഓർഡർ ചെയ്യാറില്ല, അങ്ങനെ ഗിഫ്റ്റ് വാങ്ങാറില്ല. ഇപ്രാവശ്യം എന്തായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു, അങ്ങനെ വാങ്ങിച്ചതാണ്. അതിനുശേഷം പിന്നെ ഞാനൊരു ക്യാരറ്റ് സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. ഞാൻ ക്യാരറ്റ് പായസം ഉണ്ടാക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാണ്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് സേമിയ മാത്രമായിട്ട് ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റില്ലോ എന്ന് ഓർത്തുകൊണ്ട് ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കി. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. സേമിയ പായസം ഉണ്ടാക്കാറുണ്ട്, ക്യാരറ്റ് സേമിയ പായസം ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അതും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റീവൂട്ടിനാണെങ്കിൽ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതേ പായസത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് സ്റ്റീവൂട്ടിന് പായസം കൊടുത്തിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റീവൂട്ടിന് പായസം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു കേക്കാണ് ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്. അപ്പോൾ ബർത്ത്ഡേയുടെ തലേദിവസം ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചൊരു കേക്കാണിത്. അപ്പോൾ സ്റ്റീവൂട്ടിന് ഇങ്ങനെ പായസം കുടിച്ചിട്ട് കേക്ക് മുറിക്കാനും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റീവൂട്ടിനുമായിട്ട് കേക്ക് മുറിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് പായസം കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.